ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും എന്ത് പറയുന്നത്, സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോൾഡ് കോഫിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിലുള്ളൊരു കോഫി തന്നെയാണ് കേട്ടോ ഇത്. സ്റ്റാർബക്സിലേക്ക് കോഫി നമ്മൾ 20 ദിർഹംസ് ഒക്കെ കൊടുത്ത് കഴിക്കുമ്പോൾ, അതായത് നാട്ടിലെ ഒരു 400 രൂപയിൽ കൂടുതൽ ആവും. ആ ഒരു റേഞ്ചിലുള്ള കോൾഡ് കോഫി നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒരു കപ്പ് എടുക്കുക, അതിലേക്ക് നമുക്ക് ആകെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബ്രൂ കോഫിയാണ്. നല്ല ഫൈൻ ആയിട്ടുള്ള ടെക്സ്ചർ ആയതുകൊണ്ട് അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അലിഞ്ഞു കിട്ടും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. മധുരവും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. ഞാൻ 2 ടേബിൾ സ്പൂൺ ഈക്വൽ ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ചും കൂടി ഹെൽത്തി വൈസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ബ്രൗൺ ഷുഗറും ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് അലിയിച്ചെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അലിയില്ലല്ലോ. അപ്പം അതിന് പകരം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് കുറച്ച് എമൗണ്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വേണ്ട, ഇതൊന്ന് ജസ്റ്റ് അലിഞ്ഞ് കിട്ടാനുള്ള അത്രയും മതി. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വിപ്പിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ UAE ആണെങ്കിൽ 10 ദിർഹത്തിന് കിട്ടുന്ന ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്ന, സാധാ നമ്മുടെ ക്ലോക്കിലൊക്കെ ഇടുന്ന ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ വിപ്പ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ക്രീമി ടെക്സ്ചറിലോട്ട് ഇത് വരും. ഒത്തിരി നേരമൊന്നും വേണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ്സ് ഒക്കെ ആക്കുമ്പോൾ തന്നെ നല്ല പോലെ ഫ്ലഫി ആയിട്ട് ഇത് കിട്ടും. അപ്പോൾ തന്നെ ആ ഒരു ടെക്സ്ചർ അതിൻ്റെ ഫുള്ളായിട്ട് തന്നെ മാറി ബ്ലാക്ക് കോഫിയിൽ നിന്ന് നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാല് ഇതിലേക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് പച്ചപ്പാൽ ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് അതിനുശേഷം തണുപ്പിച്ചെടുക്കാം. അല്ല, നിങ്ങൾ ടോൺഡ് മിൽക്ക് ഡയറക്റ്റായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 100% ഫാറ്റുള്ള മിൽക്ക് തന്നെ വാങ്ങിയിട്ട് നന്നായിട്ട് ചിൽഡായിട്ട് ഉപയോഗിക്കാം. വീട്ടിലെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പാലുണ്ടല്ലോ, പശുവിൻ്റെ, അതെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും കുറച്ച് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അത്ര തിക്കായിട്ട് വരികയില്ല. അപ്പോൾ നമ്മുടെ കോഫി അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതേപോലത്തെ ടോൺഡ് മിൽക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ചിൽഡ് ആയിട്ടുള്ള മിൽക്ക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മുടെ ഈ ഒരു മിക്സ്ചർ നല്ല പോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് കുടിക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ അങ്ങ് കുടിക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന കോൾഡ് കോഫിയാണിത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കോഫി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ഈസി പീസി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.